റെയിൽവേ സ്റ്റേഷനിലാണ് അല്പസമയം മുമ്പ് ഇടതു മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് വന്നിറങ്ങിയത്. ഇവിടെ നിന്ന് കോടതിപ്പടി വരെയാണ് ഇപ്പോൾ റോഡ് ഷോ തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് മണ്ഡലം ഉടനീളമുള്ള റോഡ് ഷോ. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ എം സ്വരാജിന് ആവേശോജ്വലമായ സ്വീകരണമാണ് പാർട്ടി അണികൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയത്. സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അടക്കമുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എം സ്വരാജിനെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ചേർന്നിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാർ, കോട്ടയം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എം സ്വരാജിനെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. സംസ്ഥാനത്തെ സിപിഎമ്മിന്റെ എല്ലാ നേതാക്കന്മാരും ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ പഞ്ചായത്തിന്റെ ബൂത്തിന്റെ അടക്കം ചുമതലയാണ് നൽകിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഇവിടെ കേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത്. LDFന്റെ ഘടകകക്ഷികളായ മറ്റ് നേതാക്കന്മാരും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി എത്തിച്ചേരുകയും ചെയ്യും. ഇന്ന് എം സ്വരാജ് വന്നിറങ്ങിയപ്പോൾ വലിയ സ്വീകരണം. കാരണം പാർട്ടി അണികൾക്കിടയിൽ ആവേശം നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അത് വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ CPMന്റെ അണികൾക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരമാണ് CPM ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ആവേശം പാർട്ടിയുടെ അണികളിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഈ വാഹനത്തിന് തൊട്ട് പിന്നിൽ കണക്കിന് ആൾക്കാർ ആ ജാഥയിലും പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30ക്കാണ് കോടതിപ്പടിയിൽ നിന്ന് തന്നെ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ റോഡ് ഷോ തീരുമാനിച്ചിരിക്കുന്നത്. ആ റോഡ് ഷോ വൈകിട്ട് 7 മണിയോട് കൂടിയായിരിക്കും അവസാനിക്കുക. മറ്റന്നാൾ, നാളെ ഞായറാഴ്ച നോമിനേഷൻ നാളെ നൽകാൻ കഴിയില്ല. മറ്റന്നാൾ രാവിലെ ആയിരിക്കും എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം. അതോടുകൂടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് രാഷ്ട്രീയ പ്രസക്തി ഏറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി എന്തൊക്കെയായിരിക്കും ആ പ്രസംഗത്തിൽ പറയുന്നത്? എന്തായാലും UDFിന് എതിരായ കടന്നാക്രമണം ഉണ്ടാകും. സംസ്ഥാന പറയുന്നത് എന്തായാലും UDFിന് എതിരായ കടന്നാക്രമണം ഉണ്ടാകും. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലം, 2 പിണറായി സർക്കാരുകളും 9 വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും. അതേസമയം തന്നെ ഏവരും ഉറ്റുനോക്കുന്നത് അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം മുഖ്യമന്ത്രി നടത്തുമോ എന്നുള്ളതാണ്. അൻവർ ഇപ്പോൾ UDFിൽ LDF വിട്ടുവന്ന് മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ ഇപ്പോൾ UDFിന്റെ ഭാഗം പോലും ആകാതെ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗത്തിൽ അതുണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വാഹനത്തിലേക്കൊന്ന് കയറി എം സ്വരാജിന്റെ ഒരു പ്രതികരണം കൂടി എടുക്കാമെന്ന് തോന്നുന്നു. അല്പസമയത്തിനകം തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എത്താം. ശരി, എം സ്വരാജിന്റെ റോഡ് ഷോ ഇപ്പോൾ തുടരുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹം വന്നിറങ്ങിയത്. നാളെ